ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ 86 ദിവസം കഴിഞ്ഞതിന് ശേഷം ആര്യൻ എവിക്റ്റ് ആയിരിക്കുകയാണ്. അൺഫെയർ എവിക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ്. ഒരുപാട് അൺഫെയർ എവിക്ഷൻസിന്റെ ഇടയ്ക്ക് ഇതും മറ്റൊരു അൺഫെയർ എവിക്ഷൻ. കാരണം എന്ന് വെച്ചാൽ ആര്യൻ നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു. ആര്യനേക്കാളും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് പേര് ആ ബിഗ് ബോസ് ഹൗസിലുള്ളപ്പോൾ ആര്യൻ എവിക്റ്റായി പോകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അൺഫെയർ തന്നെയാണ്. കാരണം ടോപ്പ് 5 കയറാൻ നിന്നിരുന്ന ഒരാൾ തന്നെയായിരുന്നു. ആര്യനും സ്വയം വിചാരിച്ചിരുന്നു, പ്രേക്ഷകരും വിചാരിച്ചിരുന്നു ആര്യൻ ടോപ്പ് 5 കയറും. നോമിനേറ്റ് ചെയ്ത ഓരോരുത്തരും സേവ്ഡ് ആയിട്ട് മറ്റേ അറ്റത്ത് പോയി ഇരിക്കുമ്പോൾ ബാക്കി വന്നത് നെവിനും ആര്യനുമായിരുന്നു. അപ്പോഴും നെവിന് ഉറപ്പായിരുന്നു നെവിനാണ് എവിക്റ്റഡ് ആവാൻ പോകുന്നതെന്നും ആര്യൻ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മുഖത്ത്, പുള്ളിക്കാരൻ ഔട്ട് ആവില്ലെന്നും. പക്ഷെ നേരെ തിരിച്ച് നെവിൻ സേവ്ഡായി, ആര്യൻ എവിക്റ്റഡുമായി. ഈ 86 ദിവസവും ആര്യൻ ഒറ്റയ്ക്കൊന്നും ആയിരുന്നില്ല പലപ്പോഴും കളിച്ചിരുന്നത്. എപ്പോഴും ഒരു ഗ്രൂപ്പിൽ ചെന്ന് വീഴുന്ന ഒരു പ്രവണത പുള്ളിക്കാരൻ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് തന്നെയാവട്ടെ, ടാസ്ക് എല്ലാം വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. നല്ലൊരു ഗെയിമർ ആയിരുന്നു, പെർഫെക്റ്റ് BB മെറ്റീരിയൽ തന്നെയായിരുന്നു. ഇത്രയും അൺഫെയർ എവിക്ഷൻസ് നടന്ന സീസൺ 7 പ്രതീക്ഷിക്കാത്ത ആരൊക്കെയാണ് ടോപ്പ് 5 കയറാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.